നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF തോറ്റാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം തനിക്കെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. UDFന് തിളക്കമാർന്ന വിജയം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകും. ഡീൽ ആരോപണങ്ങൾ മാത്രമല്ല, വികസനങ്ങളും ചർച്ചയാകണമെന്ന് VD സതീശൻ പറഞ്ഞു. 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർക്ക് നൽകിയ അഭിമുഖത്തിലാണ് VD സതീശന്റെ പ്രതികരണം. UDF 100 സീറ്റിലധികം നേടി അധികാരത്തിൽ. UDF പരാജയപ്പെട്ടാൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം എനിക്കാണ്. വളരെ ചെറുപ്പമാണ്. പക്ഷേ ഇല്ല, അത് ഞാൻ ഏറ്റെടുക്കുക. ജയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് പൂർണ്ണമായ ഉത്തരവാദിത്തമുണ്ട്. ഞാനായിരിക്കും അതിന്റെ ഉത്തരവാദി. ഞാനാണ് ഇത് ക്രെഡിറ്റ് അല്ല. വിജയിക്കുമ്പോൾ അവർക്ക് എല്ലാവരുടെയും ക്രെഡിറ്റ് ഉണ്ട്. വിജയിക്കുമ്പോൾ ഞാൻ മാത്രമായിരിക്കും അതിന്റെ ഉത്തരവാദി. ഇപ്പൊ മാധ്യമപ്രവർത്തകരുടെ ഇടയിലും എന്നെ വനവാസത്തിലയക്കണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. അപ്പൊ എന്നോട് ചോദിച്ചു, ഇതുപോലെ തന്നെ അസംബ്ലിയിൽ വന്നില്ലെങ്കിൽ അസംബ്ലിയിൽ ജയിച്ചില്ലേ പോവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അന്ന് ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടി നിങ്ങളോട് ഞാൻ പറയും. അവസാനത്തെ പത്രസമ്മേളനം. കെ സുധാകരനുമായി സഹോദര ബന്ധമെന്ന് VD സതീശൻ. കെ സുധാകരനുമായി ഒരു കാര്യത്തിനും പിണങ്ങിയിട്ടില്ല. MP-മാർ മത്സരിക്കുന്നതിൽ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കമാൻഡിനോട് താൻ ആവശ്യപ്പെട്ടെന്നും VD സതീശൻ പറഞ്ഞു. ഞാൻ അന്നും അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുമെന്നും സീറ്റ് കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ഇത് രണ്ടും എനിക്കറിയില്ല. കെ സുധാകരനുമായിട്ടൊരു നല്ല ബന്ധം സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വളരെ നല്ല ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. കേട്ടോ, ഞങ്ങൾ തമ്മിൽ ഇന്ന് വരെ അദ്ദേഹം പ്രസിഡന്റും ഞാൻ ഇതുവരെ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം തന്നെ പറയും. അദ്ദേഹം എന്നോട് ഒരു ദിവസം ചോദിച്ചു, ഇടാ നമ്മൾ തമ്മിൽ പിണങ്ങിയിട്ടുണ്ടോ? അപ്പൊ എന്റെ അനിയനെ പോലെയാണ് എന്നോട്. ഞാൻ പറയും, ഇതുവരെ പിണങ്ങിയിട്ടില്ല. പിണങ്ങാനുള്ളൊരു അവസരം നിങ്ങളും ഉണ്ടാക്കിയിട്ടില്ല, ഞാനും ഉണ്ടാക്കിയിട്ടില്ല. രണ്ടാമത്തെ ചോദ്യം, നീ പറയുന്ന എല്ലാം ഞാൻ ചെയ്തു തന്നിട്ടില്ലേ? ഞാൻ പറയും, എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. ഞാൻ പറയുന്ന എല്ലാ കാര്യം നീ ചെയ്തു തന്നിട്ടില്ലേ? ഉണ്ട്. പിന്നെ എന്താണ് ആളുകൾ ഇങ്ങനെ പറയണേന്ന് അദ്ദേഹം ചോദിച്ചാൽ നിഷ്കളങ്കമായി ചോദിച്ചാണ്. അദ്ദേഹം ഞങ്ങളുടെ സമുന്നതനായ നേതാവാണ്. ഞങ്ങൾ എല്ലാവരുമായിട്ട് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എല്ലാ പാർട്ടി പരിപാടികളിലും വരുന്ന ആളാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIM BJP നേതാക്കൾ തമ്മിൽ ഡീൽ ഉണ്ടാക്കിയത് കോൺഗ്രസ് പുറത്തു കൊണ്ടുവന്നെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നേതാക്കളുടെ ഡീൽ അണികൾ ഇനി സമ്മതിക്കില്ലെന്നും VD സതീശൻ പറഞ്ഞു. ഞങ്ങളിത് ജനങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. ഞങ്ങൾ ആ ഡീല് പുറത്തു കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ അഡ്വാൻറ്റേജ്, ആ ഡീൽ ഇനി നടക്കില്ല. ഡീല് പ്രായോഗികമായി ഇനി നടക്കില്ല ഒരു പരിധി വരെ. കാരണം എന്താ തരാം, അല്ലല്ല, അതിൽ BJPയുടെയും CPMന്റെയും അണികൾ അതിനെതിരായിട്ട് ശക്തമായ പ്രതിഷേധം ഉയർത്തിയിരിക്കുക, അതിശക്തമായ പ്രതിഷേധം. അതുകൊണ്ട് നേതാക്കന്മാർ തമ്മിൽ ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് താഴത്തേക്ക് പ്രായോഗികമാക്കുക അത്ര എളുപ്പമല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.